നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിശോധിക്കുന്നത് ഇസ്ലാം വിമർശകനായ ഒരാൾ തന്റെ ചാനലിൽ അവതരിപ്പിച്ച ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളാണ്. 17-ാം വയസ്സിൽ നാടുവിട്ടുപോയ ഒരാൾക്ക് ഒരു മുസ്ലിം കുടുംബം അഭയം നൽകിയെന്നും പിന്നീട് ആ കുടുംബത്തിലെ ചിലരുടെ ഇടപെടൽ കാരണം അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നുവെന്നും അവർ തങ്ങളുടെ പെൺമക്കളെ ചെറുപ്രായത്തിൽ വിവാഹം കഴിപ്പിച്ചുവെന്നുമാണ് വിളിച്ചയാൾ പറയുന്നത്. ഈ കേവലം ഒരു വ്യക്തിപരമായ അനുഭവത്തെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ വളച്ചൊടിക്കാനും മുസ്ലിം സമൂഹത്തെ മുഴുവൻ അപരവിദ്വേഷികളായി ചിത്രീകരിക്കാനുമാണ് ഈ അവതാരകൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഇരട്ടത്താപ്പും നിറഞ്ഞ ഈ വാദങ്ങളുടെ പൊള്ളത്തരം നമുക്ക് യുക്തിഭദ്രമായി പരിശോധിക്കാം. തെളിവുകളുടെ ഇരട്ടത്താപ്പും യുക്തിരാഹിത്യവും. കാണപ്പടം പിടിച്ച് നടക്കുകയാണ് ഈ ഒരു അനുഭവം കൊണ്ട്. അല്ല, ഇത് അനുഭവം കൊണ്ട് പഠിച്ചത് മാത്രമല്ല, ഞാനിത് ഇവരോട് വാദിക്കുമ്പോ ഇതെല്ലാം ഞാനെടുത്ത് സേവ് ചെയ്ത് വാട്സപ്പിലൊരു എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കും. ഇതൊരു തികഞ്ഞ യുക്തിരാഹിത്യമാണ്. വിളിച്ചയാൾ തന്നെ പറയുന്നുണ്ട്, താൻ നാടുവിട്ടു പോയപ്പോൾ ഒരു പരിചയവുമില്ലാത്ത തന്നെ കൂട്ടിക്കൊണ്ടുപോയി ജോലി നൽകുകയും സ്വന്തം വീട്ടിൽ ഭക്ഷണം നൽകി താമസിപ്പിക്കുകയും ചെയ്തത് ആ മുസ്ലിം വ്യക്തിയാണെന്ന്. ഇസ്ലാം അന്യമതസ്ഥരോട് വെറുപ്പാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്തിനാണ് ആ മുസ്ലിം വ്യക്തി തികച്ചും അപരിചിതനായ ഒരാൾക്ക് തന്റെ വീട്ടിൽ മാസങ്ങളോളം അഭയം നൽകിയത്? ആ നന്മയെ ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് പിന്നീട് അവിടെ നടന്ന ചില കുടുംബ പ്രശ്നങ്ങളെ ഇസ്ലാമിന്റെ മതപരമായ പഠനമായി ഇവർ ചിത്രീകരിക്കുന്നു. ഒരാൾ തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുകയും പ്രതികൂലമായവ മറച്ചുവെക്കുകയും ചെയ്യുന്ന ഈ രീതി തികഞ്ഞ കാപട്യമാണ്. ഖുർആൻ വചനങ്ങളുടെ ദുർവ്യാഖ്യാനം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് മലയാളം ഇങ്ങനെയാണല്ലോ, സത്യവിശ്വാസികളെയും യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളും താനും നിങ്ങളിൽ നിന്ന് മറ്റുള്ള ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവരും തന്നെയാണ് അക്രമികളായ ആളുകളെ അല്ലാഹുവിന് നേർവഴിയിലേക്ക്. ഈ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം ഔലിയാ എന്നാണ്. ഇതിനർത്ഥം കേവലമായ സുഹൃത്തുക്കളെന്നല്ല, മറിച്ച് രാഷ്ട്രീയവും സൈനികവുമായ സഖ്യകക്ഷികൾ അഥവാ സംരക്ഷകർ എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയും സഹാബാക്കളും മദീനയിലായിരുന്ന കാലത്ത് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു യുദ്ധ സാഹചര്യത്തിലാണ് ഈ വചനം അവതരിക്കുന്നത്. അന്ന് മുസ്ലിംകളെ ഒറ്റിക്കൊടുക്കാനും ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാനും ശ്രമിച്ചിരുന്ന ചില പ്രത്യേക വിഭാഗങ്ങളുമായി സൈനിക സഖ്യം പാടില്ല എന്ന വ്യക്തമായ രാഷ്ട്രീയ നിർദ്ദേശമാണ് ഈ വചനം നൽകുന്നത്. അതല്ലാതെ നിത്യജീവിതത്തിൽ അന്യമതസ്ഥരുമായി ഇടപഴകരുതെന്നോ അവരോട് സ്നേഹം കാണിക്കരുതെന്നോ അല്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാടെന്താണെന്ന് ഖുർആൻ തന്നെ അൽ മുംതഹന അധ്യായത്തിലെ 8-9 വചനങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നന്മ ചെയ്യുന്നതിനോ നീതി കാണിക്കുന്നതിനോ അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ അയൽവാസികൾ യഹൂദരായിരുന്നു. അവരുമായി അദ്ദേഹം കച്ചവടം നടത്തിയിട്ടുണ്ട്, അവർക്ക് ദാനധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട്. അന്യമതസ്ഥനായ സ്വന്തം പിതൃവ്യൻ അബൂ താലിബാണ് അദ്ദേഹത്തിന് വർഷങ്ങളോളം സംരക്ഷണം നൽകിയത്. ഇതാണ് യഥാർത്ഥ ഇസ്ലാം. ഈ ചരിത്ര വസ്തുതകളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് യുദ്ധ സാഹചര്യത്തിൽ അവതരിച്ച ഒരു വചനത്തെ അടർത്തിയെടുത്ത് ഇന്നത്തെ കാലത്തെ സാധാരണ സൗഹൃദങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഇസ്ലാം വിമർശകരുടെ സ്ഥിരം അജണ്ടയാണ്. ഇനി ഈ വിമർശകന്റെ നിരീശ്വരവാദ ലോകവീക്ഷണത്തിൽ നിന്ന് ഈ വിഷയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നിരീശ്വരവാദത്തിൽ മനുഷ്യർ വെറും രാസപ്രവർത്തനങ്ങളുടെയും പരിണാമത്തിന്റെയും ആകസ്മികമായ സൃഷ്ടികൾ മാത്രമാണ്. അവിടെ ശരിയോ തെറ്റോ എന്നൊന്നില്ല. കാട്ടുനീതിയാണ് അവരുടെ അടിസ്ഥാനം. അങ്ങനെയുള്ള ഒരു ചിന്താധാരയിൽ നിൽക്കുന്ന ഒരാൾക്ക് സഹജീവികളോട് സ്നേഹം കാണിക്കണമെന്നോ അവരെ ബഹുമാനിക്കണമെന്നോ പറയാൻ യാതൊരു ധാർമ്മിക അടിസ്ഥാനവുമില്ല. അവർക്കങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ഇസ്ലാം പോലെയുള്ള ഒരു ദൈവിക ദർശനത്തിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ധാർമ്മിക അടിസ്ഥാനമില്ലാത്ത ഇവർ ഇസ്ലാമിനെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നത് തികഞ്ഞ പരിഹാസ്യമാണ്.
വിവാഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അപരവൽക്കരണവും. ഇനി ഇവർ ഉന്നയിക്കുന്ന മറ്റൊരാരോപണം അഭയം നൽകിയ വ്യക്തി തന്റെ പെൺമക്കളെ ചെറുപ്രായത്തിൽ വിവാഹം കഴിപ്പിച്ചു എന്നതാണ്. ഈ കഥ പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് അത് തന്റെ അറിവിലാണ് അങ്ങനെ നടന്നതെന്ന്. അതായത് യാതൊരുവിധ രേഖകളോ തെളിവുകളോ ഇല്ലാത്ത ഒരു വ്യക്തിപരമായ ഊഹം മാത്രമാണിത്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയോ കുടുംബമോ ചെയ്യുന്ന തെറ്റുകൾക്ക് എങ്ങനെയാണ് ഒരു മതം ഉത്തരവാദിയാകുന്നത്? വിവാഹ കാര്യത്തിൽ ഇസ്ലാമിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. വിവാഹത്തിന് പെൺകുട്ടിയുടെ പൂർണ്ണമായ സമ്മതം നിർബന്ധമാണ്. സമ്മതമില്ലാതെ നടത്തുന്ന വിവാഹങ്ങൾ ഇസ്ലാമികമായി അസാധുവാണ്. അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ പക്വതയും വിവാഹത്തിന് ആവശ്യമാണ്. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ ഇസ്ലാം എവിടെയും അനുവദിക്കുന്നില്ല. വ്യക്തികൾ അവരുടെ സാംസ്കാരികമോ സാമൂഹികമോ ആയ കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളെ ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ബോധപൂർവമായ അപരവൽക്കരണമാണ്. ഈ വിമർശകൻ ഒരു പ്രത്യേക സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കാൻ വേണ്ടി അസഭ്യമായ വാക്കുകൾക്ക് പകരമായി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ അയാളുടെ ഉള്ളിലെ വിദ്വേഷത്തെയാണ് തുറന്നു കാണിക്കുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവത്തെ സാമാന്യവൽക്കരിച്ച് ഒരു ജനതയെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് നീതിയല്ല. വലതുപക്ഷ വെളുപ്പിക്കലും വിമർശകന്റെ കാപട്യവും. കേൾക്കുക, കോയമാർ കേൾക്കുക, സ്വയം തിരുത്തുക. ഖുർആനിൽ എഴുതി വെച്ച സംഗതികൾ അപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാണ് അറിയാം. ഇതാണ് ഈ വിമർശകന്റെ യഥാർത്ഥ കാപട്യം പുറത്തുവരുന്ന നിമിഷം. ഖുർആൻ കാരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് വിലപിക്കുന്ന ഇയാളുടെ മുൻകാല നിലപാടുകൾ നാം പരിശോധിക്കണം. ഫലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന സയനിസ്റ്റ് ഭീകരതയെയും ഇന്ത്യയിലെ വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ന്യായീകരിക്കുകയും അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണിയാൾ. 10,000-കണക്കിന് നിരപരാധികളുടെ രക്തം വീണ മണ്ണിൽ നിൽക്കുന്ന കൊടും ക്രൂരതകളെ കേവലം രാഷ്ട്രീയ പ്രതിരോധമായി ലഘൂകരിക്കുന്ന ഇയാൾക്കാണ് ഇപ്പോൾ 30 വർഷം മുമ്പ് നടന്ന ഒരാൾക്ക് ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു എന്ന കഥ കേൾക്കുമ്പോൾ ധാർമ്മിക രോഷമുണ്ടാകുന്നത്. ഇത് ഇയാളുടെ ധാർമ്മികമായ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. ലോകത്ത് നടക്കുന്ന യഥാർത്ഥ വംശഹത്യകളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും അന്ധമായി പിന്തുണയ്ക്കുകയോ അതിന് ന്യായീകരണം ചമയ്ക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇസ്ലാമിനെ ധാർമ്മികതയുടെ പേരിൽ വിമർശിക്കാൻ യാതൊരു അർഹതയുമില്ല. താൻ പിന്തുണയ്ക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇയാൾ ഇത്തരം കഥകളെ ഉപയോഗിക്കുന്നത്. ഇതിൽ യുക്തിയുമില്ല, മാനവികതയുമില്ല. മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ പൊതുബോധം നിർമ്മിക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമാണുള്ളത്. യഥാർത്ഥ ഇസ്ലാം സമാധാനവും സഹവർത്തിത്വവുമാണ് പഠിപ്പിക്കുന്നത്. അത് വ്യക്തികളുടെ വീഴ്ചകളിലൂടെയല്ല, മറിച്ച് കൃത്യവും ആധികാരികവുമായ ഖുർആൻ, സുന്നത്ത് എന്നിവയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇസ്ലാമിന്റെ ശോഭ കെടുത്തുകയില്ല, മറിച്ച് വിമർശകരുടെ ഉള്ളിലെ മുൻവിധികളെ മാത്രമാണ് തുറന്നുകാട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.